ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ സമയത്ത് ദേവയാനിയും ജലജയും കൂടെ അവിടെ ഇരിക്കുമ്പോൾ ജലജ ദേവയാനിയോട് ചോദിക്കുവാണ്, ഇനി അവരെങ്ങാനും ഹോസ്പിറ്റലിലേക്ക് പോവുക ഏട്ടത്തി, അവർ പോവുകയാണെങ്കിൽ പോട്ടെ, നിനക്കെന്നാ കുഴപ്പമെന്ന് ദേവയാനി അന്നേരം ചോദിച്ചു. എൻ്റെ ഈശ്വര, ഇനി മഞ്ഞങ്ങാനും ഉരുകുവോ, എല്ലാവരും കൂടെ ഒന്നിച്ചായിരിക്കും ഇനി ഇങ്ങോട്ട് വരുന്നേ എന്നൊക്കെ ജലജ മനസ്സിൽ ഇങ്ങനെ പറയുമ്പം മുത്തശ്ശനും കൊച്ചുമോനും തമ്മിലുള്ള പിണക്കം മാറുമെന്നുള്ള ഭയം നിനക്കുണ്ടല്ലേ എന്ന് ചോദിച്ചു ദേവയാനി. അയ്യോ, അങ്ങനൊരു ഭയം എനിക്കൊന്നുമില്ല കേട്ടോ ഏട്ടത്തി, അല്ലെങ്കിൽ തന്നെ അതിന് ഞാനെന്തിനാ ഭയക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിൻ്റെയൊക്കെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. ആദർശം നയനയും ഇനി ഇങ്ങോട്ട് മടങ്ങി വരരുതെന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും നീ തന്നെയാണെന്ന് എനിക്കറിയാം എന്ന് ദേവയാനി പറയുമ്പോൾ ഞാനെന്തിനാ എടുത്തേ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഓ, അവർ രണ്ടുപേരും എന്ന് ഈ കുടുംബത്തിലുണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ജലജ. അല്ല, നീ എന്തിനാ ഉറങ്ങാതെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു ദേവയാനി. അല്ലെങ്കിൽ ഇപ്പോൾ കൂർക്കം വലിച്ചുറങ്ങേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞതാ. അച്ഛൻ അസുഖമായിട്ട് പോയതുകൊണ്ടേ ഇനി അവിടുത്തെ വിവരങ്ങളൊന്നും അറിയാതെ എനിക്ക് ഉറക്കം വരത്തില്ല ഏട്ടത്തി എന്ന് ജലജ പറയുമ്പം, ഓ, അത്രയ്ക്ക് സ്നേഹമൊക്കെ നിനക്ക് അച്ഛനോടുണ്ടായിരുന്നോ? അനാഥയായി എന്നെ എടുത്തു വളർത്തിയത് അച്ഛനും അമ്മയും കൂടിയല്ലേ, ആ സ്നേഹം മരിച്ചാലും എന്നെ വിട്ട് പോകത്തില്ല ഏട്ടത്തി എന്ന് ജലജ പറയുമ്പം ഞാൻ ആകെ ടെൻഷനടിച്ച് നിൽക്കാം. അതിൻ്റെ കൂടെ എൻ്റെ മനസ്സമാധാനം കളയാനായിട്ട് ഇത്തരം സംസാരമായിട്ട് നീ ഇവിടെ നിൽക്കരുതെന്ന് ദേവയാനി ജലജയോട് പറഞ്ഞു. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടിയെന്ന് പറഞ്ഞ് ജലജ അവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുമ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വിളി വന്നിട്ട് ഞാൻ പോയാൽ പോരെ ഏട്ടത്തി, നിനക്ക് അവിടുത്തെ വിവരങ്ങൾ അറിയണമെങ്കിൽ കുറച്ച് കഴിയുമ്പം നീ ജയേട്ടനെ വിളിച്ച് നോക്കാൻ പറഞ്ഞു. അച്ഛന് കുഴപ്പമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഉറക്കം വരത്തില്ലല്ലോ എന്ന് ദേവയാനി പറയുമ്പോൾ അതെടുത്തി അങ്ങനെ പറഞ്ഞത്. എൻ്റെ പൊന്നെ ജലജ, നിൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു. നീ പോകാൻ നോക്കിയപ്പോൾ പോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ജലജ ആട്ടി ഓടിച്ചു വിട്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ മുത്തശ്ശനെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നു. അപ്പോൾ നല്ല കോൾഡ് ഉണ്ടെന്നും മറ്റു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും ആദർശ് മുത്തശ്ശാന്ന് വിളിച്ച് ഓടി വന്നു. നയനയുണ്ടോ കൂടെ. ആഹാ, ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഡോക്ടർ അങ്ങ് പോയപ്പോൾ എന്ത് പറ്റി മുത്തശ്ശാന്ന് ചോദിക്കുകയല്ല, ഒറ്റ തിരിയലായിരുന്നു മുത്തശ്ശൻ തല വെച്ച്. അപ്പം അച്ഛാ എന്താ അച്ഛാ പറ്റിയെന്നും ചോദിച്ചാൽ ആദർശ. അപ്പം നല്ല ചൂടും പനിയും ഉണ്ടായിരുന്നു എന്നും അച്ഛൻ അന്നേരം പറയാം. ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും ജയം പറയുമ്പം ഭയങ്കര സങ്കടം നയനയ്ക്കും. മനുഷ്യർക്ക് പ്രായമാകുമ്പോൾ ഇതുപോലുള്ള പനിയും തളർച്ചയൊക്കെ ഉണ്ടാകും, അതത്ര വലിയ കാര്യമൊന്നും അല്ല എന്ന് മുത്തശ്ശൻ അന്നേരം അവിടെ വെച്ച് ഇങ്ങനെ പറയുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ബന്ധം പുതുക്കാൻ ഓടി വരണ്ട, കുടുംബത്തിൽ നിന്ന് പോയവരെന്ന് മുത്തശ്ശൻ പറയുമ്പം എന്തിനാ മുത്തശ്ശ ഞങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു നയന. മോർത്തിസ് ഗ്രൂപ്പിൻ്റെ MD സ്ഥാനം മോളുടെ ഭർത്താവ് രാജിവെച്ചു. അതിനുശേഷം വീട് വിട്ടു പോയത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണെന്ന് മുത്തശ്ശൻ പറയുവാണ്. അങ്ങനെയുള്ളവരോട് സ്നേഹം കാണിക്കാൻ തൽക്കാലം എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവർ ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും വരണ്ട, മരണത്തിന് പോലും വരണ്ട എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോട് അറം പറ്റുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ മുത്തശ്ശ എന്നും പറഞ്ഞിങ്ങനെ ആദർശ് വിളിക്കുക കേട്ടോ. അപ്പോൾ നയനയ്ക്ക് ആദർശനത് ഭയങ്കര വിഷമമായി. അവരങ്ങോട്ടും ഇങ്ങോട്ടും നേരം നോക്കുക. അപ്പോൾ എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു ജയൻ. നീയാണോ ഞാനിവിടെ ഉണ്ടെന്നുള്ള വിവരം വിളിച്ചറിയിച്ചതെന്ന കാര്യം ചോദിക്കുക അപ്പോൾ മുത്തശ്ശൻ. അപ്പോൾ അച്ഛനല്ല, നയന അമ്മയെ വിളിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞതെന്ന് ആദർശ് പറഞ്ഞു. ഇവർക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പം ഇത് മുത്തശ്ശൻ്റെ ജന്മമാസമാണ്, സൂക്ഷിക്കണമെന്ന് ആദർശ് മുത്തശ്ശനോട് പറയുമ്പം ഇതുപോലെ ഒരുപാട് ജന്മമാസമൊക്കെ എനിക്ക് വന്നിട്ടുണ്ടെന്ന് മുത്തശ്ശൻ അന്നേരത്തേക്ക് ആദർശനോട് പറഞ്ഞു. കഴിഞ്ഞ ആ ഒരു ജന്മമാസത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ രോഗം പിടികൂടിയത്. അത് പൂർണ്ണമായിട്ടും മാറി. രോഗാണുക്കൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അസുഖം ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ നിലനിൽക്കൂ. അതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ്. രോഗാണുക്കൾ എൻ്റെ ദേഹത്ത് പ്രവേശിക്കാതിരിക്കാൻ ഞാൻ ദൈവമൊന്നും അല്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ അവരോട് പറയുവാണേ. ഇതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്കൊക്കെ ഭയങ്കര സങ്കടം. അമ്മയാകാൻ പോകുന്ന ഒരു കൊച്ചിന് അതിന് ഉറക്കം കളയാൻ വേണ്ടി കൂടെ കൊണ്ടുവന്നിരിക്കുക, ഏതാണ്ടൊക്കെ എനിക്ക് സംഭവിച്ചതുപോലെ എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ ആദർശിന് ഭയങ്കര വിഷമം. അപ്പോൾ ആദർശെ മോളെ വിളിച്ചുകൊണ്ട് നീ പോകാൻ നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ എന്നിട്ട് ആദർശനോട് ദേഷ്യപ്പെട്ടു. ഇന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ആ പേരും പറഞ്ഞ് ഓരോരുത്തർ കാണാൻ ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ മോളെ നീ വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് ജയൻ എന്നിട്ട് ഇവരെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക. ആദർശ് അന്നേരം തിരിഞ്ഞു നോക്കി മുത്തശ്ശനെ നേരെ സങ്കടത്തോടു കൂടി ഒന്ന് നോക്കിയേച്ചങ്ങ് പോണു. കൊച്ചുമോൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അകക്കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ മുത്തശ്ശൻ. എന്നിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവരെ ഒന്ന് നോക്കി സങ്കടപ്പെട്ട് മുത്തശ്ശൻ ഇങ്ങനെ കണ്ണടച്ച് കിടന്നു. പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് എങ്ങനെ നിൽക്കും. ആദർശ് അതിനേക്കാളും സങ്കടത്തിൽ മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി വരിക. അച്ഛാ, ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്, എങ്കിലും മുത്തശ്ശൻ വലിയൊരു രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്തതാണ്, വീണ്ടും അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ലടാ, അങ്ങനെ വരുമ്പോൾ തന്നെ ICUയിലേക്ക് കൊണ്ടുപോകില്ല, ഇത് ചെറിയൊരു പനിയേ ഉള്ളൂ, അത്രേ ഉള്ളൂ, വേറെ പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാലും അച്ഛാ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട കേട്ടോ എന്നൊക്കെ നയന പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നോക്കാം, പിന്നെല്ലാം അച്ഛൻ്റെ തീരുമാനം പോലെയല്ലേ നടക്കുള്ളൂ, ഡോക്ടർക്ക് പോലും അത് തടുക്കാൻ പറ്റുന്നതല്ലല്ലോ എന്നൊക്കെ ജയൻ ഇങ്ങനെ നേരം
അവിടെ വെച്ച് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ദേഷ്യം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു ജയനോട് ആദർശ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പോകണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തടഞ്ഞില്ലല്ലോ, പൊയ്ക്കോളാനല്ലേ പറഞ്ഞത്. പിന്നെ അച്ഛനെന്താ പറ്റിയതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന കാര്യം ജയൻ ഇങ്ങനെ പറയണു. നമ്മൾ ഷെയറൊക്കെ ഇടിഞ്ഞത് വല്ലാത്തൊരു ഷോക്കായി പോയെന്നാണ് തോന്നണേന്നും പറഞ്ഞു. ഇതിനു മുൻപ് അങ്ങനെ ഒരു സാഹചര്യം വരാത്തത് കൊണ്ട് നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് തന്നെ അച്ഛാ ശരി. കാരണവന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച പേരും പെരുമയാണ് ഒറ്റയടിക്ക് ഇല്ലാണ്ടായി പോയത്. അതിൻ്റെ സങ്കടം എന്തായാലും അച്ഛനുണ്ടാവും. അതുമാത്രമല്ല, നമ്മുടെ പതനം ആഘോഷിക്കാൻ മീഡിയാസ് പോലും ആഘോഷിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം അച്ഛാ, അതിന് കാരണമുണ്ട്. നമ്മൾ ചാനലിൻ്റെയും പത്രത്തിൻ്റെയും സഹായത്തോടെയല്ല മാർക്കറ്റ് പിടിച്ചടക്കിയത്. ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു കൂടുതൽ. എന്നാൽ എൻ ജ്വല്ലറിക്കാരുടെ കാര്യം അങ്ങനെയല്ല. കോടിക്കണക്കിന് രൂപയാണ് അവർ പരസ്യത്തിന് വേണ്ടി ചിലവാക്കുന്നതെന്നും അതുകൊണ്ട് മീഡിയയ്ക്ക് മൊത്തം അവരോടാണ് താല്പര്യം എന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറയുവാണ്. അവർ എൻ ജ്വല്ലറിക്കാർ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നതെന്ന കാര്യമൊക്കെ ആദർശ് പറയുമ്പം അതുകൊണ്ട് മറ്റൊരാൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്, എൻ്റെ ചേച്ചിക്ക്. അപ്പോൾ എന്തുമാത്രം പരസ്യം എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നയന ഇങ്ങനെ ഇവരോട് പറയുക. അപ്പം ചില ഉറച്ച തീരുമാനത്തോടെ ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത്. നമുക്കിപ്പോഴുണ്ടായ ഈ ഒരു തകർച്ച അത് താൽക്കാലികമാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ റിക്കവറായി വരുമെന്ന കാര്യവും പറഞ്ഞ്, പക്ഷേ അങ്ങനെ റിക്കവറായി വരുമ്പോൾ മുത്തശ്ശനും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നും ആദർശ് ജയനോട് പറയുവാണ്. ആ ഒരു സമയത്ത് തളർന്നു കിടക്കുന്ന മുത്തശ്ശനെ കാണേണ്ടി വന്നാൽ എൻ്റെ മനസ്സാകെ തകർന്നു പോകും. പിന്നെ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയും. നമുക്ക് മനുഷ്യർക്ക് വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ മോനെ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ എന്ന് ചോദിച്ചു. എന്തായാലും നിങ്ങൾ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഓടി വന്നല്ലോ. അച്ഛൻ ദേഷ്യപ്പെട്ടെങ്കിലും അച്ഛനെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചല്ലോ. ഇനി മോളെയും കൊണ്ട് പെട്ടെന്ന് പോകാൻ നോക്ക്. പഴയതുപോലെയൊന്നും അല്ല കാലാവസ്ഥ. രാത്രിയിലൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു തണുത്ത കാറ്റാ. നിങ്ങൾ ചെല്ല് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവരെ പറഞ്ഞു വിടുക. അങ്ങനെ ആദർശും നയനയും കൂടി അവിടെ നിന്ന് പോയി. ഈ സമയത്ത് ഡോക്ടർ വന്നു, ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു. ഓക്കെ ആയിട്ടോ, പനിയൊക്കെ മാറി, എല്ലാം നോർമലായി. ഇതിപ്പോൾ പുതിയ ആളാണല്ലോ, അപ്പോൾ പനിയൊക്കെ മാറിയല്ലോ, പെട്ടെന്ന് എങ്ങനെ ഓക്കെ ആയത്? അത് ഡോക്ടർ മരുന്നൊക്കെ തന്നതിൻ്റെ എന്ന് പറഞ്ഞു. മരുന്നിനാണെങ്കിൽ പോലും എത്ര പെട്ടെന്ന് ഇത് ഓക്കെ ആക്കി എടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ഡോക്ടർ ഇങ്ങനെ മുത്തശ്ശനോട് പറയാം. അപ്പോൾ ആദർശനെ കണ്ടതിൻ്റെ സമാധാനമാണ് മുത്തശ്ശൻ്റെ അസുഖം മാറിയത്. അപ്പോൾ ഡോക്ടർ ആൻറ്റിബയോട്ടിക് അല്ലേ ഈ സിറിഞ്ചിലൂടെ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ പിന്നെ നോർമൽ ആവില്ലേ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കാട്ടോ. എന്നാലും അതിനൊക്കെ ഒരു സമയം പിടിക്കും എൻ്റെ സാറേ. ഇവിടെ ബ്രേക്ക് ഇട്ടതുപോലെയാണല്ലോ എല്ലാം കൺട്രോളായത്. അപ്പം സാറിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. സാറിൻ്റെ ഓരോ സ്പന്ദനവും അറിയാവുന്നൊരു ഡോക്ടറാണ് ഞാനെന്നും മൂത്ത കൊച്ചുമോനെന്ന് പറഞ്ഞാൽ സാറിന് ഒരുപാട് ഇഷ്ടമാണെന്നും എനിക്കറിയാം. അയാൾക്കൊരു ഭാര്യ വന്നതോടെ ആ കൊച്ചിനെയും സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ സാറിന് വലിയൊരു രോഗം വന്ന് കിടന്നപ്പോഴേ പലപ്പോഴും കൊച്ചുമോനെയും ഭാര്യയും വാതോരാതെ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ മനസ്സിലേ ഉറങ്ങാതെ കിടപ്പുണ്ട്. അതൊക്കെ വെച്ചിട്ട് പറയാം, സാറിൻ്റെ ഇപ്പോഴത്തെ തളർച്ചയ്ക്കുള്ള മരുന്നാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് എന്ന് ഡോക്ടർ മുത്തശ്ശനോട് പറയുന്നു. അപ്പോൾ നമ്മുടെ ആദർശ് വന്നതോടുകൂടി അവശ നിലയിൽ കിടന്ന് നമ്മുടെ മുത്തശ്ശൻ സടകുടഞ്ഞ് എഴുന്നേറ്റും. അപ്പം എന്ന് വെച്ചാൽ ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശൻ. സാറിൻ്റെ മൂത്ത കൊച്ചുമോനെയും ഭാര്യയും കണ്ടതോടുകൂടി സാറിൻ്റെ ബോഡി ഓക്കെ ആയി, രോഗം നോർമലായി. അപ്പോൾ അത് എന്നോട് പറഞ്ഞതിരിക്കട്ടെ, ജയം വരുമ്പോൾ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. അതെന്താ സാറേ പറഞ്ഞാൽ എന്ന് ഡോക്ടർ ചോദിച്ചു. ഇടയ്ക്ക് താനെന്നെ നോക്കാൻ വന്നപ്പോൾ കഥകളൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നില്ലേ. അപ്പോൾ ആദർശിൻ്റെ പിന്നാലെ നയനമോള് പോയ കാര്യങ്ങളൊക്കെ അപ്പോൾ സാറ് അവരോട് ദേഷ്യമുള്ളതുപോലെ അല്ലേ സംസാരിച്ചത് എന്നൊക്കെ ഡോക്ടർ അന്നേരം മുത്തശ്ശനോട് ചോദിച്ചു. പക്ഷെ അത് ഒട്ടുമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനോട് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ കാര്യം തന്നെയാണ്. ആദർശും നയനയും എൻ്റെ അരികിലോട്ട് ഓടി വന്നപ്പോൾ ഞാൻ അവരോട് വെറുപ്പൊക്കെ കാണിച്ചെങ്കിലും അവരരികിൽ നിന്നപ്പോൾ വല്ലാത്തൊരു തണുപ്പായിരുന്നു ശരീരത്തിനെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുവാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അതാരും അറിയാൻ പാടില്ല എന്നും മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ എൻ്റെ വസുന്ധരയെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താനും അറിഞ്ഞു. അപ്പോൾ സാറ് നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് കൊണ്ട് ഞാനിത് ആരോടും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജയൻ അകത്തേക്ക് കയറി വരുന്നത്. ജയൻ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി, അച്ഛന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആകെ വിഷമിച്ച് അവർ പോയിരിക്കുന്നതെന്ന് ജയൻ പറയാം. അത്രയ്ക്ക് വിഷമായിരുന്നു, നിനക്കും കൂടെ അവരുടെ കൂടെ പോയിക്കൂടായിരുന്നു, എന്തിനും ഇങ്ങോട്ട് കയറി പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചിരിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി സാറിൻ്റെ അച്ഛൻ നോർമൽ ആയിട്ടുണ്ട് എന്ന് ഡോക്ടർ അന്നേരം പറയാം. പിന്നെ എൻ്റെ പ്രഷർ കൂടിയെന്ന് ഡോക്ടർ പറഞ്ഞതോ? അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കുക കേട്ടോ. എല്ലാം നോർമലായിട്ട് വന്നതാണ്. അപ്പോഴാണ് BP കൂട്ടാനായിട്ട് ഓരോരുത്തർ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. ജയനൊന്നും മിണ്ടുന്നില്ലേ. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുന്ന് പോകും, ഒരു ദിവസം കൂടെ കിടന്നിട്ട് പോയാൽ പോരെ എന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കിവിടെ കിടന്നാലേ ഉറക്കം വരത്തില്ല,
ജയ ഇന്ന് തന്നെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മുത്തശ്ശൻ പറയണു. എന്നാൽ പിന്നെ സാറിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നേഴ്സും പോയി. ജയനും സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ ആദർശം നയനെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഭയങ്കര നിരാശയോടുകൂടിയാണ് പോകുന്നത്. അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തേ എന്നൊക്കെ ചോദിക്കാം മുത്തശ്ശൻ്റെ കാര്യം പറഞ്ഞിട്ട്. എൻ്റെ പരാജയം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് കമ്പനിയിൽ നിന്ന് ഞാൻ രാജിവെച്ചില്ലേ എന്ന് ആദർശ് ചോദിക്കണം. അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മുത്തശ്ശൻ പറഞ്ഞതല്ല, ഞാൻ സ്വന്തമായി അങ്ങനെ ഒരു തീരുമാനം എടുത്തതല്ലേ എന്നൊക്കെ ആദർശ് ഇരുന്ന് പറയണമുണ്ട്. പിന്നെ പുറത്ത് വെച്ച് കാണുമ്പോൾ ഇങ്ങനെ അവഗണിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പം ആദർശേട്ടൻ തന്നെ അതിൻ്റെ മറുപടിയും പറയുന്നുണ്ടല്ലോ. പിന്നെന്താ ആദർശേട്ടാ, ബിസിനസ് തകരുന്നത് സ്വന്തം ജീവൻ നിലച്ചു പോകുന്നത് പോലെയാണെന്ന് ആദർശേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുമ്പം അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ് അതിനെ. എങ്കിലും മുത്തശ്ശൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സ്വഭാവം എനിക്കെന്തോ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പം അതിന് വേണ്ടിയിട്ടല്ലേ ആദർശേട്ടൻ നമ്മൾ മാറി താമസിക്കുന്നേ, എല്ലാത്തിനും പരിഹാരം കാണാനായിട്ട്. ആദർശേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കുന്നേ. ഒരു കാര്യവും ആദർശേട്ടൻ എന്തായാലും ഉറപ്പിച്ചോ, ഒരിക്കലും നമ്മളറിഞ്ഞ മനസ്സിലാക്കിയ മുത്തശ്ശന ഇത്രയും പരുക്കനാകാനേ പറ്റത്തില്ല. ഇതിൻ്റെ പിന്നിലും എന്തോ ഉദ്ദേശം ഉണ്ട് ആദർശേട്ട എന്ന് നയനെ പറയുമ്പോൾ എന്തുദ്ദേശം നയനെ? ഒന്നുമില്ല എന്ന് ആദർശ് പറയണു. മുത്തശ്ശൻ കുടുംബത്തെയും ബിസിനസ്സിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആളാണെന്നാണ് ഞാൻ കരുതിയതെന്നും, പക്ഷേ ബിസിനസ് ഒരുപടി മുകളിലാണ് മുത്തശ്ശൻ കുടുംബത്തെക്കാളും സ്നേഹിക്കുന്നത് ബിസിനസ്സിനെയാണെന്നും അതുകൊണ്ടാണ് ഞാൻ തന്നോട് പറഞ്ഞത്. എനിക്ക് ഓർമ്മയായതിനു ശേഷം ജ്വല്ലറിക്കൊരു തകർച്ച ഉണ്ടായിട്ടില്ല എന്ന കാര്യവും ഇതുപോലെ മുത്തശ്ശനെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യവും എൻ്റെ അച്ഛനും ഇളയച്ചനൊന്നും ഇതുപോലെ ഒരു അനുഭവവും ഇല്ല. അങ്ങനെയുള്ളപ്പോഴാണ് മുത്തശ്ശൻ്റെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തു വന്നതെന്നൊക്കെ പറയുമ്പം വെറുതെ മുത്തശ്ശനെ അവഗണിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് നയനി അന്നേരം പറയുവാണേ. അങ്ങനെ ഈ ഒരു കാര്യം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേസമയം പിന്നെ കാണിക്കുന്നത് ആദർശ് വീട് വിട്ടു പോയത് ആ കിളവന് സഹിക്കാൻ പറ്റില്ല മോളെന്ന് പറഞ്ഞ് അവന്തികയായിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ നാഗേന്ദ്രൻ. അപ്പോൾ അയാൾ വീണിരിക്കും. ഇത് ഞാൻ കുറച്ചുകൂടി നേരത്തെ പ്രതീക്ഷിച്ച കാര്യമാണെന്നും അതുപോലെ അയാൾ വിട്ടുമാറിയ ഒരു രോഗമുണ്ടല്ലോ, അത് മിക്കവാറും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പം ഉടനെ എങ്ങാനും മുത്തശ്ശനെ കർമ്മം ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ സംശയം എന്ന് അവന്തിക ഇങ്ങനെ ഇയാളോട് പറയുമ്പം അത് പാടില്ല, എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ മോളോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ഇയാൾ. അപ്പം ഇന്ന് ആദർശ് പുറത്തു പോയി, ഇനി അയാളും പതുക്കെ അവിടുന്ന് പുറത്തു പോവണം. ആ സമയത്ത് എൻ്റെ പേരിലാകണം ആ തറവാട് എന്ന് ഇയാൾ പറയാൻ നടക്കാത്ത സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടുക. അപ്പോൾ അതേപ്പറ്റി അച്ഛൻ എപ്പോഴും പറയാറുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണോ അച്ഛാ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഇയാളിന്ന് ആലോചിക്കാം, എനിക്കത് എങ്ങനെ വർക്കൗട്ടാവുമെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും മോളെ, ജ്വല്ലറി ബിസിനസ് നടത്തുന്ന ഒരാൾ കടക്കണിയിലാകാനേ ക്ഷണനേരം മതിയെന്നുള്ള കാര്യം ഇയാൾ പറയണു. പിന്നെ ഇപ്പം ഷെയറൊക്കെ ഇടിഞ്ഞെങ്കിലും വലിയ പരുക്കൊന്നും പറ്റിയിട്ടില്ല അവർക്ക്. എന്നാൽ അതൊരു തുടർക്കഥയാകുമ്പോൾ കാര്യങ്ങൾ മറിയാം എന്ന് എൻ ജ്വല്ലറിയുടെ ഇത് ഇയാൾ പറയാം. അനന്തപുരി തറവാട് ഒരു കൊട്ടാരമാണ്, അതിലുപരി അവിടെ എൻ്റെ കണ്ണുനീരുണ്ട് എന്ന് ഇയാൾ പറയുക. പിന്നെ ആ തറവാട് വാങ്ങാനേ ഞാൻ നേരിട്ട് പോകത്തില്ല, അവിടെയും ഡേവിഡ് തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുന്നതെന്നും അല്ലെങ്കിൽ അയാളെപ്പോലെ മറ്റാരെങ്കിലും ആയിരിക്കുമെന്നും അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുക. മൂർത്തി പടിയിറങ്ങുന്ന സമയത്തായിരിക്കും ഗേറ്റ് കടന്നുള്ള എൻ്റെ വരവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്വപ്നം കാണൽ. ആ സമയത്ത് മാത്രമേ എൻ്റെ മോളും എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് അയാളും അയാളുടെ ബന്ധുക്കളും അറിയാൻ പാടുള്ളൂ. മനസ്സിലായോ എന്ന് ചോദിച്ചു. എല്ലാം മനസ്സിലായി അച്ഛാ, ഞാൻ ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകാമെന്ന് കരുതിയതാണെന്ന് പറയുമ്പോൾ ഇന്ന് നീ ഇനി പോവണ്ട, അയാൾ ഇന്ന് ഡിസ്ചാർജ് ആയില്ലെങ്കിൽ നാളെ പോയാൽ മതിയെന്ന് അച്ഛൻ. പിന്നെ ഇനി അയാൾക്ക് ഇതുപോലുള്ള തളർച്ചകൾ ഒരുപാട് വരാൻ കിടക്കുകയാണെന്നും ഇതൊക്കെ വേറൊരു തുടക്കം മാത്രമല്ലേ, ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല മോളെ, അത്രയ്ക്ക് ഞാൻ പാപ്പരായിരുന്നെന്നും ഇയാൾ മകളോട് പറയുന്നു. എന്നാൽ ദൈവം എന്നെ കൈപിടിച്ചുയർത്തിയതാണെന്നൊക്കെ ഇയാൾ പറയുമ്പം മുത്തശ്ശൻ ഇങ്ങനെ വീണതുകൊണ്ട് ഇനി ആദർശേട്ടൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് വല്ല തിരിച്ചുവരവും നടത്തുമായിരിക്കുമോ എന്നൊക്കെ അവന്തികയ്ക്ക് പേടി. അതിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് മോളെ എന്ന് അച്ഛൻ പറയണം. മൂർത്തിയുടെ തനി പകർപ്പാണ് ആദർശ്, അവനും വാശി ഒരുപാടാണ്. ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അവൻ അയാളെ കണ്ടെന്നൊക്കെ വരും. എന്നാലും തോറ്റു തലകുനിച്ച് തറവാട്ടിൽ നിന്ന് പോയവൻ അത്ര പെട്ടെന്നൊന്നും തിരികെ എത്താനുള്ള സാധ്യത ഇല്ല, അതോർത്ത് മോള് പേടിക്കണ്ട. പിന്നെ മൂർത്തിയുടെ ശരീരത്തിന് മാത്രമല്ല വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നത്, ഇപ്പോൾ മനസ്സും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. എല്ലാ അർത്ഥത്തിലും തളർന്ന് കഴിഞ്ഞു, അയാൾ തകിപ്പണമായി കഴിഞ്ഞു. ഒരു സമയത്ത് രാജാവായിരുന്നു എന്നാണ് അയാളുടെ വിചാരം. എന്ന് വെച്ചാലേ എവിടെ ചെന്നാലും തെച്ചിക്കോട്ട് രാമചന്ദ്രനെ പോലെ തലയുയർത്തി പിടിച്ച അയാൾ
നിൽക്കുമായിരുന്നു. അതിനു മുകളിൽ തലയെടുപ്പുള്ള വേറെ ആരും ഉണ്ടാകുമായിരുന്നുമില്ല. ഇനി അയാളുടെ നടുവിനൊരു വളവ് വരും, നീ നോക്കിക്കോ, അതേതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മോൾക്ക് ഭയങ്കര പ്രതീക്ഷകളൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക, ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ജലജയും അബിയും കൂടെ അവിടെ അനന്തപുരിയിൽ നിന്ന് സംസാരിക്കുക. ആൾ പെട്ടെന്ന് അങ്ങ് പോകും. അമ്മേ എടാ അങ്ങനെയൊന്നും പറയാതെടാ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങേര് പോകാത്തത് തന്നെയാടാ നല്ലത് എന്ന് ജലജ മോനോട് പറയണു. അങ്ങേര് പോയി കഴിഞ്ഞാൽ ആ കാരണം പറഞ്ഞ് ഇവിടുന്ന് പടി ഇറങ്ങിപ്പോയനോ അവൻ്റെ ഭാര്യയും കൂടെ വീടിനകത്ത് വന്ന് കയറും, അതോടുകൂടി എല്ലാം തീരും. അങ്ങനെ ഉടനെ ഒന്നും പുറത്തു പോയവർ തിരിച്ചു വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ നവ്യ ജ്വല്ലറിയിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയുമ്പം നിന്റെ മുത്തശ്ശൻ്റെ അമ്മാവന്മാരുടെ സമ്മതം ഇല്ലാതെ നീ അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്കെന്തെങ്കിലും ഒരു ജോലി വേണ്ടേന്ന് ചോദിച്ചു ജലജയുടെ മോൻ. എടാ അങ്ങനെ നീ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നവ്യയുടെ തീരുമാനമാക്കി മാറ്റണം എന്ന് ജലജ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ കുറുക്ക് വഴികൾ ഒരുപാട് ഉപദേശിച്ചു കൊടുക്കുക. അവൾ നിനക്ക് വേണ്ടി വാദിക്കണം, അത് മറ്റുള്ളവർ അംഗീകരിച്ച് കൊടുക്കുകയും വേണം. അല്ലാതെ മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികൾക്കൊപ്പം നീ നിന്നാലുണ്ടല്ലോ പിന്നെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താ, നീ മനസ്സിലാക്കിക്കോളാൻ അമ്മ പറഞ്ഞു കൊടുക്കുവാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ ശബ്ദം നോക്കുമ്പോൾ അച്ഛനും മോനും കൂടെ വരുന്നു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജയൻ വന്ന് ഓടി വന്ന് അച്ഛനെ പിടിക്കാൻ നോക്കിയപ്പോൾ എന്നെ പിടിക്കൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഇത്രയും എടുത്ത് പോരാൻ പറ്റിയെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ജയനോട് പറയും. ജയൻ ഇങ്ങനെ അന്തം വിട്ട് അച്ഛനെ നോക്കുക കേട്ടോ. അപ്പോൾ നിൻ്റെ മുത്തശ്ശന് ഒരു കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്, നീ വന്നേ, വന്ന് നല്ല രീതിയിൽ സ്നേഹപ്രകടനമൊക്കെ നടത്തുക, വാടാ ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് ജലജ അഭിയം കൂട്ടിക്കൊണ്ട് പോകുക കേട്ടോ. അപ്പോൾ അനിയൊക്കെ അവിടെ ഉറങ്ങാതെ കാത്തിരിക്കുക, മുത്തശ്ശിയും അവരെല്ലാവരും. അപ്പോഴാണ് ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇവർ ചെന്നപ്പോഴത്തേക്ക് അനി ഓടി എഴുന്നേറ്റ് ചെന്ന് മുത്തശ്ശ എന്നും പറഞ്ഞ് വിളിച്ച് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല, അതുകൊണ്ടാണ് രാത്രി തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറയണു. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ ചിലർക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയാം. മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആർക്കും നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ അച്ഛാ, ട്രിപ്പ് കൊടുത്തതിന് ശേഷമാണ് കുളിരും പനിയൊക്കെ മാറിയതെന്ന് കാര്യം ചെയ്യാൻ പറയുമ്പം അവിടെ ചെന്നപ്പോൾ കുറേ ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ട് ചെയ്തു, അതിനേക്കാളും നല്ലത് അപ്പോൾ കുരുമുളകും തുളസിയിട്ട കഷായമായിരുന്നു എന്നൊക്കെ മുത്തച്ഛൻ പറഞ്ഞു. അപ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാന്ന് ചോദിച്ച് ജലജ വന്നു. അപ്പം ആംബുലൻസിനൊന്നും അല്ലല്ലോ തിരികെ വന്നത്, ഇവിടുന്ന് പോയ കാറിൽ തന്നെയല്ലേ, അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞു ജലജയോട് മുത്തച്ഛൻ. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് ജലജയുടെ വകയൊരു ചോദ്യം. നിന്റെ മനസ്സ് അച്ഛന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. മുത്തശ്ശനെ തുറച്ച് നോക്കുക. അവിടെയും വന്നിരുന്നു എന്നെ ശല്യം ചെയ്യാനായിട്ട് ഒരുത്തൻ, നിൻ്റെ മോൻ എന്നും പറഞ്ഞോട് മുത്തശ്ശൻ ഇങ്ങനെ ദേവിയാനിയോട് പറയുവാണേ. അവനോട് നീയാണല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോയ വിവരം വിളിച്ചു പറഞ്ഞത്? ഞാൻ വിളിച്ചു പറഞ്ഞതല്ല അച്ഛാ, നയനയാണ് ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ നയന ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഹോസ്പിറ്റലാണെന്നും പറഞ്ഞതേ ഉള്ളൂ, അത് പിന്നെ പറയണ്ടേ അച്ഛാ എന്ന് ദേവയാനി ചോദിക്കുമ്പം അതൊന്നും പറയണ്ട. എന്തിനാ പറയാൻ പോയത്? ദേ നിൻ്റെ മരുമോൾ ഇപ്പം അമ്മയാക്കാൻ തയ്യാറെടുക്കുക, ആ കുട്ടിയെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വരേണ്ട വല്ല കാര്യമുള്ളതാണോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിച്ചു. എന്നത് മാത്രമാണോ ഇപ്പോൾ ആദർശിൻ്റെ മുഖം കാണുന്നത്? എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലാന്ന് മുത്തശ്ശൻ ഇങ്ങനെ എല്ലാവരുടെയും കേൾക്കെ പറയുമ്പോൾ ജലജയും അബിയും അയ്യോ ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അവരോടൊന്നും സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോൾ ഇവനെ ഏതാണ്ടൊക്കെ സംസാരിച്ചു. ഞാൻ സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് മുത്തശ്ശൻ ചോദിക്കാട്ടോ. എൻ്റെ MD സ്ഥാനം നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം വീട് വിട്ട് പോയത് ഏതാണ്ട് മല മറിക്കുമെന്നും പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയാം. മിടുക്കന്മാർ വളരുന്നുണ്ട്. അല്ല നിന്നെ ചേട്ടനെയും കൊണ്ട് ഒന്നിനും കൊള്ളില്ലടാ എന്ന് മുത്തശ്ശൻ നമ്മുടെ അനിയോട് പറയുമ്പോൾ എന്നും പറഞ്ഞ് നിൽക്കും എല്ലാവരും. ഇനി നിൻ്റെ സാമർഥ്യം കൊണ്ട് കമ്പനി നീ മുന്നോട്ട് നയിച്ചാൽ അവിടെ പിടിച്ച് നിൽക്കാം, അതിനു വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പം എന്നാൽ ഏട്ടനെയും കണ്ടപ്പോൾ മുത്തശ്ശന് സ്നേഹത്തോടെ എന്തെങ്കിലും ഒരു 2 വാക്കെങ്കിലും പറയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ മുത്തശ്ശനോട് പറയും. മുത്തശ്ശൻ അതും നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.